ഹലോ നമസ്കാരം. വാനില ക്രീം സ്ട്രോബെറി ഫില്ലിംഗ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇന്നത്തേത്. ഹസ്ബൻഡ് യൂറോപ്പിലാണ്. നാട്ടിലുള്ള വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കേക്കാണേ. ഇന്ന് പറയാനുള്ളത് കുറച്ച് ഗൗരവമുള്ള കാര്യം കേട്ടോ. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽപ്പെട്ട കമൻറ്റ്സ് കൂടുതൽ കാണാറുള്ളത്. ഗ്ലൗസ് യൂസ് ചെയ്തൂടെ? ഇതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം ഒരു വീഡിയോയിലൂടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മാത്രമല്ല, മറ്റ് പല ബേക്കേഴ്സിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ അഡ്വൈസായിട്ടും കുറച്ച് റൂഡായിട്ടുള്ള കമൻറ്റൊക്കെ ആയിട്ട് ഇത്തരത്തിൽപ്പെട്ട സംഗതി കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ഉത്തരം ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് പറയണത്. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്ന് പറയണത് ടെക്സ്റ്റിലൂടെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പണ്ടൊക്കെ ഞാനും സ്ഥിരമായിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചിരുന്ന ആളാണ് കേട്ടോ. ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ നന്നായിട്ട് വിയർക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്ലൗസ് പൊട്ടി തുടങ്ങും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. അങ്ങനെ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഗ്ലൗസ് ഒഴിവാക്കിയേ. ഞാൻ ബേക്ക് ചെയ്യുന്ന റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് 2 വാഷ് ബേസിൻസ് ഉണ്ട്. ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെയും മറ്റേത് ഹാളിൻ്റെയും. ഓരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും നേരെ പോയി കൈ കഴുകുക എന്നുള്ളത് ഒരു ശീലമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും നനഞ്ഞ കൈ വെച്ചിട്ട് അത് ധൃതിയിൽ തുടയ്ക്കാൻ മറന്നിട്ട് നേരെ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. മിക്കപ്പോഴും അത് തുടയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലപ്പം ധൃതിയിൽ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഈ കൈ കഴുകൽ നമ്മുടെ ഒരു ശീലമാണ്. അത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പുറമേക്ക് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണാത്ത എത്രയോ ജേംസിനെയും ക്യാരി ചെയ്തിട്ടായിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഗ്ലൗസ് ഇട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്താണെങ്കിലും അത്ര പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് കൊണ്ടു കഴുകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലത് വാഷ് ബേ ഹാൻഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓണായിട്ടുള്ള ഒരു ടാപ്പിൻ്റെ താഴെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുന്ന 2 കൈകൾ. ഈയിടെ ഒരു ഹോം ബേക്കർ ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റസ് കണ്ടിരുന്നു. മറ്റൊരു ഹോം ബേക്കറിന് മാത്രം കണക്റ്റ് ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ഇൻ്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ള ബേക്കേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കൂ. അവരൊക്കെ ഗ്ലൗസ് ഇടാത്ത കൈകൾ കൊണ്ടാണ് ഓരോ പ്രോസസ്സും ചെയ്യുന്നത്. അവർക്ക് ഗ്ലൗസ് വാങ്ങിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാഞ്ഞിട്ടോ ആയിരിക്കില്ലല്ലോ. ഇനി ഒന്നും വേണ്ട, എന്തുകൊണ്ട് ബേക്കേഴ്സ് ഗ്ലൗസ് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഞാൻ ഈയിടെ ഒരു ബേക്കറിൻ്റെ വീഡിയോയിൽ താഴെ ഒരാൾ വന്നിട്ട് വളരെ റൂഡായിട്ട് പിന്നെ അത് ഏറ്റുപിടിക്കുന്ന ആൾക്കാർ ഒക്കെ കണ്ടു ഇങ്ങനത്തെ ഈ കമൻറ്റ്. അടുത്ത വീഡിയോസിലൊക്കെ ഇവർ ഗ്ലൗസ് ഇട്ടത് കണ്ടു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതേക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയേ അല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.